പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യനും അവൻ്റെ അകത്ത് തൻ്റെ തലമുറകളെക്കുറിച്ച്, തൻ്റെ ഭാവിയെക്കുറിച്ച്, തൻ്റെ ജോലിയെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ വലിയ കാഴ്ചപ്പാടുകളും വലിയ പ്ലാനുകളും വലിയ ഡിസൈനുകളും അകത്തുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ഡിസൈൻ ചെയ്തതുപോലെ, പ്ലാൻ ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോൾ പലർക്കും നിരാശയും അല്ലെങ്കിൽ പരാജയ ഭീതി അവരുടെ അകത്തുണ്ടാകാറുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഹൃദയത്തിനകത്ത് ഡിസൈൻ ചെയ്തതുപോലെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ എവിടെയാണെന്ന് നാം ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വേരുകളിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലെ ഉയർച്ച അതേപടി പകർത്തുവാൻ ശ്രമിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ട്രെൻഡ് അനുസരിച്ച് ഒരു സ്റ്റെപ്പ് വെച്ചതായിരിക്കാം. എന്തുമായിക്കോട്ടെ, ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്ലാനുകൾ ഒരിക്കലും നിലവിലുള്ള സാഹചര്യങ്ങളോ, നിങ്ങളുടെ കഴിവുകളോ, നിങ്ങളുടെ സാധ്യതകളോ, നിങ്ങളുടെ പരിധികളോ ഒന്നും കണ്ടിട്ടല്ല ദൈവം ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിങ്ങളെക്കുറിച്ച് വെൽ പ്ലാൻഡ് ആണ്, നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഷിംഷോൻ എന്ന് പറഞ്ഞൊരു ന്യായാധിപതിയെക്കുറിച്ച് നാം ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ്, അദ്ദേഹം ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ജീവിതത്തെ എങ്ങനെയായിരിക്കണമെന്ന് ഡിസൈൻ ചെയ്യുന്ന ഒരു ദൈവത്തെ നാം കാണാൻ കഴിയുന്നുണ്ട്. ഇരമ്യാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ, എന്നാൽ ഞാനൊരു പ്രവാചകനാകാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചതല്ല. തനിക്ക് ഈ ആഗ്രഹം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, താൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രവാചകനായി ദൈവം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ദൈവം എന്താ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുക. മറ്റാരെയും നോക്കിയല്ല. യു ആർ യുണീക്ക്. നിങ്ങൾ വ്യത്യസ്തനായൊരു വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന പദ്ധതികളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ദൈവിക മഹത്വങ്ങൾ വെളിപ്പെടുവാനിട വരും. ഒരുപക്ഷെ അങ്ങനൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ട്രാക്ക് മാറിപ്പോയോ എന്നൊരു ചിന്ത വരാം. പക്ഷെ ഭാരപ്പെടരുത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഡിസൈന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ താഴ്ചയിലേക്കല്ല കയറാൻ പോകുന്നത്. ഇന്നലകളിൽ കയറാൻ കഴിയാത്ത ഉയർച്ചകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ അതിലേക്ക് നടത്തുവാൻ പോകുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.